കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനാണ് വെട്ടേറ്റത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ വെട്ടിയത്. തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടർ ന്യൂറോ ഐസിയുവിലാണ്. ഡോക്ടർ വിപിൻ ഇപ്പോൾ ന്യൂറോ സർജറി ഐസിയുലാണുള്ളത്. CT സ്കാൻ കഴിഞ്ഞു. CT സ്കാനിൽ തലയോട്ടിയുടെ പുറകിലെ ഭാഗത്ത് ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. കോർട്ടിക്കൽ ബ്രീച്ച് ചെറിയൊരു പൊട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ആഴത്തിലുള്ള മുറിവാണുള്ളത്. തലച്ചോറിന്റെ അകത്തേക്ക് ആൾക്ക് പരിക്കില്ല. ആള് കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. തലയോട്ടിയുടെ പുറപ്പ് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. അവിടെ തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ്. ആ സ്കാൽപ്പ് മുറിവുണ്ട്. അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട്. തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ഐസിയുലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു സംഭവിച്ചതെന്ന് ലാബ് ജീവനക്കാർ പറയുന്നു. പക്ഷെ ആള് സ്റ്റേബിൾ ആണ് ഇപ്പോ എന്ന് പറഞ്ഞാല് ബോധമുണ്ട്, ഞാൻ ഓർമ്മയുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആൾക്ക് പക്ക സ്റ്റേബിൾ ആണ്. ആള് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ നോർമൽ. ഒരു നല്ല തലയിൽ തന്നെ വെട്ടമുണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെട്ടൊന്നുമില്ല. ആൻഡ് കള്ള് പൊട്ടിയിട്ടുണ്ട്, തലയോട്ട് പൊട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ സംസാരിച്ചു, പക്ക ഓക്കെയാണ്. കോൺഷ്യസ് ഓറിയന്റഡ് ആണ്, ഒരു കുഴപ്പമില്ല. ബ്ലഡ് പ്രഷർ അതെ തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കള്ള് എക്സ്പോസ്ഡ് ആണ്, കള്ള് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് തിയേറ്ററിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ പക്ക സ്റ്റേബിൾ ആണ് ഇപ്പൊ. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും മറ്റ് ആശുപത്രികളിലും ജീവനക്കാർ പണിമുടക്കി. ആക്രമണം അത്യന്തം അപലപനീയമാണെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി OP അടക്കം ബഹിഷ്കരിച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് KGMO. കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വമായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. നിശ്ചയമായിട്ടും നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും OP ബോയ്ക്കോട്ട് നടത്തുകയാണ്. എമർജൻസി സർവീസ് ഒഴികെ ഒരു സർവീസ് നാളെ OP നടത്തുന്നതല്ല. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, അത്യന്തം അപലപനീയമാണ്, ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഈ കുടുംബം, ഈ പ്രതി ചേർക്കപ്പെട്ട ആളുടെ വധശ്രമത്തിന് കേസെടുത്ത മരിച്ച കുഞ്ഞിന്റെ പിതാവ്, ആ കുടുംബം, അവർ ആക്ഷേപിക്കുന്നത് എന്താണ്? കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ന്യൂറോ ഐസിയുലാണ് ഇപ്പോൾ ഉള്ളത്. തലയ്ക്ക് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. കൊടുവാൾ കൊണ്ടുള്ള വെട്ടിൽ ആഴത്തിലുള്ള മുറിവാണ് തലയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. തലയോട്ടിക്ക് പൊട്ടുണ്ട്, എന്നാൽ തലച്ചോറിനെ ക്ഷതം കാര്യമായി ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അടിയന്തരമായി ഈ മുറിവ് തുന്നുന്നതിനുള്ള ലഘു ശസ്ത്രക്രിയ നടക്കും എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. കൃത്യമായ ബോധമുണ്ട്, ആരോഗ്യ നിലയിലെ ജീവൽ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നു. ഡോക്ടർമാരും മറ്റുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. താമരശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘവും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനായി കോഴിക്കോട്ടെ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം നിരീക്ഷണത്തിൽ തന്നെ തുടരും. ഒപ്പം സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾക്കും അദ്ദേഹത്തെ വിധേയമാക്കും എന്നാണ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് ഡോക്ടർ വിപിന് നേരത്തെ മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപ് വെട്ടിയത്. ആശുപത്രി സൂപ്രണ്ടിനെ തിരഞ്ഞു വന്ന സനൂപ് ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന കൊടുവാൾ ഉപയോഗിച്ചാണ് അക്രമം നടത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു
കൊടുവാൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സനൂപിന്റെ ആക്രമണത്തെ ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ അടക്കം പ്രതിരോധിച്ചു. അതുകൊണ്ട് മാത്രമാണ് തലയിലെ വെട്ടിൽ വാളിന്റെ വശം ഭാഗം കൊണ്ട് ആ ഒരു വെട്ടിൽ കാര്യങ്ങൾ നീങ്ങിയത്. അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു എന്നാണ് നേരത്തെ ജീവനക്കാർ പറയുന്നത്. തൻ്റെ കുട്ടിയുടെ മരണത്തിന് കാരണക്കാർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ആണ് എന്ന ആരോപണമാണ് ഈ സനൂപ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഓഗസ്റ്റ് 14-നായിരുന്നു സനൂപിൻ്റെ മകൾ 9 വയസ്സുകാരി മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. അതിനു മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആണ് ചികിത്സ തേടി ആദ്യം എത്തിയ കുഞ്ഞിന് മരുന്നുകൾ നൽകി വിട്ടയച്ചു. പിന്നീട് ആരോഗ്യനില കൂടുതൽ വഷളായതോടുകൂടി വീണ്ടും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തന്നെ എത്തിച്ചെങ്കിലും കൃത്യമായ ചികിത്സ ആ സമയത്ത് കുട്ടിക്ക് നൽകിയില്ല എന്ന ആരോപണമാണ് സനൂപ് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് ആരോഗ്യം നില അങ്ങേയറ്റം മോശമായതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. കുട്ടിയോടൊപ്പം കുട്ടിയുടെ സഹോദരനും 9 വയസ്സുകാരിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. രോഗബാധിതനായി കുട്ടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രകോപനപരമായ പെരുമാക്കുന്നു. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. സംഭവ സമയത്ത് തന്നെ ആശുപത്രി ജീവനക്കാർ ചേർന്ന് ഇയാളെ പിടികൂടുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ സേവനങ്ങളും ബഹിഷ്കരിച്ച് ജീവനക്കാർ പണിമുടക്ക് നടത്തിയിരുന്നു. ഒപ്പം ജില്ലയിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലും പണിമുടക്ക് നടക്കുന്നു. കാഷ്വാലിറ്റിയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. നാളെ ജില്ലാ വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് KGMO നേതാക്കൾ അറിയിച്ചു. എല്ലാ ആശുപത്രികളിലെയും OP അടക്കം ബഹിഷ്കരിച്ചുള്ള സമരമുഖത്തേക്ക് നീങ്ങും. കാഷ്വാലിറ്റികൾ മാത്രമാണ് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും പ്രവർത്തിക്കുക എന്ന് നേരത്തെ KGMO ഭാരവാഹികൾ അറിയിച്ചിരുന്നു. നിരന്തരമായി ആക്രമണങ്ങൾ സർക്കാർ ഡോക്ടർമാർക്ക് നേരെയും സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർക്ക് നേരെയും ഉയരുന്ന സാഹചര്യം. ഡോക്ടർ വന്ദന ദാസിന്റെ മരണശേഷം നിരവധി ഉറപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർമാർക്ക് നൽകിയിരുന്നു. ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഡോക്ടർമാർക്ക് നേരെ അതിക്രമങ്ങൾ ഉയരുന്നത്. വ്യാവസായിക സേനയുടെ മാതൃകയിൽ ഒരു പ്രത്യേക സേന ആശുപത്രികളുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തുമെന്ന് ഡോക്ടർമാർക്ക് നേരത്തെ പണിമുടക്ക് കാലത്ത് സർക്കാർ മുന്നറിയിപ്പ് അവർ സമ്മതിച്ചിരുന്നു. പിന്നീട് പോലീസ് ഔട്ട് പോസ്റ്റുകൾ ഓരോ ആശുപത്രികളിലും സ്ഥാപിക്കുമെന്ന നിർദ്ദേശം നൽകി. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ജലരേഖയായി മാറുന്ന സാഹചര്യത്തിലാണ് നിരന്തരം ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നത് എന്നും അവർ പറയുന്നു. എന്തായാലും കടുത്ത സമര നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകളുടെയും തീരുമാനം. റൈറ്റ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.